വെൽക്കം എവരി വൺ. ഇന്ന് നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ അതെങ്ങനെയാണ് ഡീപ്പായിട്ട് വർക്ക് ആവുന്നതെന്ന് അറിയില്ല. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനാണ് ഈ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ കണ്ടെയ്നർ ഉണ്ടാക്കുന്നതിനെ പറ്റി, അതിൻ്റെ ഇന്നർ വർക്കിംഗ് പാർട്സ്, അതിനെ പറ്റിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹായ്, ഞാൻ സാദിഖ്, ഒരു ഫുൾ സ്റ്റാക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഈ ചാനലിലൂടെ നമ്മൾ അസ്യൂർ ഡെവോപ്സിനെ പറ്റിയും AI വേൾഡിൽ നടക്കുന്ന പുതിയ കാര്യങ്ങളെപ്പറ്റി, റിയൽ വേൾഡ് പ്രൊജക്റ്റുകൾ, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അങ്ങനെ നമുക്ക് ഒരു ബെറ്റർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എങ്ങനെയാകാം എന്നുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ലിങ്ക്പാഡാണ് യൂസ് ചെയ്യുന്നത്. It's just a free program. I'll keep the link in the description if you want to try out. So first we are going to create a service. Services basically നമുക്ക് to do something, right? Maybe it can be an API integration, it can be to connect to the database, it can be to do some business. So in this case we are just going to print some basic stuff. So let's create to run this. If we need to print hello world, we'll have to create an instance of hello service and call, right? Okay, and you can see hello world. So this is the usual way. So imagine we have one more service, like public class hello, name it consumer hello service. Oh, and we have a constructor which takes in hello service. Okay, hello equals hello, and we have a, just like hello service, we have a print method here, but we'll call the print method from hello service. So how do we initialize consumer hello service? Okay, that's where consumer equals new consumer hello service, and there is some error, like in the constructor hello service and expect number. So we already have an instance created, so let's inject that. So consumer dot print, and let's run this. You can see to hello world. So idana, so right now this is a tightly coupled one, so you must have heard it a lot, right? സോ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ നമ്മൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോർമലി ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ലൂസ്ലി കപ്പിൾഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വേണ്ട ക്ലാസ്സിന് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നോർമലി ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ്റെ ഒരു IOC കണ്ടെയ്നർ ഉണ്ടാവും. മൈക്രോസോഫ്റ്റ് കണ്ടെയ്നേഴ്സ് ഇപ്പോൾ .NETൻ്റെ ലേറ്റസ്റ്റ് നോട്ടിലും മൈക്രോസോഫ്റ്റിൻ്റെ കണ്ടെയ്നേഴ്സ് തന്നെ ഉണ്ട്. അപ്പം വി വിൽ ബി ഡിഫൈനിങ് which interface defines this service and this lifetimes and stuff like singleton transient. So let's do a different way to do this. So I'm going to move it ahead. I'm going to comment this out. സോ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ഷനിലുള്ളൊരു
സ്റ്റാറ്റിക് ക്ലാസ് ആണ്. ക്രിയേറ്റ് ഇൻസ്റ്റൻസ് type of hello service. So let's try the same thing. Yeah, അപ്പോൾ നമുക്ക് റൺ ടൈമിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ കോഡ് തന്നെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വഴിയാണത്. ലെറ്റ്സ് ക്രിയേറ്റ് ദ സെയിം തിങ് ഫോർ കൺസ്യൂമർ. Copy over the same thing and use the consumer. So if നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും ഒരു എററും അടിക്കില്ല. നമ്മൾ നേരത്തെ ഈ മെത്തേഡ് അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരുന്നു, അതായത് അവിടെ തന്നെ നമുക്ക് എറർ അടിച്ചിരുന്നു. എന്താണ്, ആ കൺസ്ട്രക്ടർ ഒരു ആർഗ്യുമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. സോ ദിസ് ഇസ് റൺ ടൈം, റൈറ്റ്? സോ ലെറ്റ്സ് റൺ ദിസ്. യാ, അപ്പോൾ നമുക്ക് എറർ അടിച്ചത് എന്താണ്, പാരാമീറ്റർലെസ് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തിട്ടില്ല കൺസ്യൂമർ ഹലോ സർവീസിൽ. ഓൺലി വൺ കൺസ്ട്രക്ടർ ഈസ് ദർ ആൻഡ് ഇറ്റ് എക്സ്പെക്ട്സ് ഹലോ സർവീസ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാന്നുള്ളത് വെച്ചാൽ ഈ ആക്ടിവേറ്റഡ് ഡോട്ട് ക്രിയേറ്റ് ഇൻസ്റ്റൻസ് തന്നെ ജസ്റ്റ് ഇൻബിൽഡ് മെത്തേഡാണ്, സർവീസ് പാസ് ചെയ്ത് കൊടുത്താൽ മതി and it will work. So this is other way of doing it, right? So ഇനിയാണ് നമ്മൾ ആക്ച്വൽ IOC കണ്ടെയ്നറിനെ പറ്റിയിട്ട് IOC കണ്ടെയ്നർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ക്രിയേറ്റ് ദാറ്റ്. നമ്മളിനി ഒരു ഡിപ്പെൻഡൻസി കണ്ടെയ്നറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലേ? ക്രിയേറ്റ് ദാറ്റ്. ഇപ്പോൾ കണ്ടെയ്നറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പെൻഡൻസീസ് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ദർ വിൽ ബി ലിസ്റ്റ് ഓഫ് dependencies, and to add a dependency we will need a method, right? Okay, പിന്നെ നമുക്ക് ലിസ്റ്റ് ഓഫ് ഡിപ്പെൻഡൻസീസ് കിട്ടാൻ വേണ്ടിയിട്ട് ടു ഗെറ്റ് എ ഡിപ്പെൻഡൻസി വിൽ ഹാവ് another method called get dependency, and it will basically return the dependency which they are asking for. Dot first x dot name equals അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റ്, ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് ഡിപ്പെൻഡൻസിയിലുള്ള എക്സ് ഇംപ്ലൈസ് എക്സ് ഈക്വൽസ് ടൈപ്പ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നെയിം വേണം ഇത് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. കണ്ടെയ്നർ ഉണ്ടാക്കി. സോ we are going to use a container to register the dependencies, right? Dependency container, add dependency. So we have two services.
Okay, I'm going to create one more method which is like easy for the eyes, and this instead of parameter, maybe we can use this type of key. Okay, this consumer hello service. Instead of doing that, we can do this. Oh, രണ്ട് മെത്തേഡും ഉണ്ട്. രണ്ട് മെത്തേഡും ഡിഫറെൻറ്റ് ടൈപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. So let's run it. Oh, okay. Don't forget to initialize. Maybe we can have a constructor. Right? Yep, there's no errors. So we are just going to comment this out. ഇനി നമ്മൾ കണ്ടെയ്നർ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൺസ്യൂമർ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതുണ്ടാക്കണം. Okay, so let's create a resolver. Dependency resolver. അപ്പോൾ നമ്മളടുത്ത് ഡിപ്പെൻഡൻസീസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ റിസോൾവ് ചെയ്യുന്ന അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലിസ്റ്റ് ഓഫ് ഡിപ്പെൻഡൻസീസ് വേണം. നമ്മൾ കണ്ടെയ്നറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. I know this seems to be very boring, but this one way to get to know more about this IOC container. And we are going to assign this container. So we need to resolve this, right? So let's see, get service, see. So first we need to get the type. നമുക്ക് ടൈപ്പ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ അതിൻ്റെ ടൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ container dot get dependency of type of key. അതായത് ഈ കണ്ടെയ്നർ ലിസ്റ്റിലുള്ള ഇതിൻ്റെ ഇൻസ്റ്റൻസിലുള്ള ഗെറ്റ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ ഈ മെത്തേഡിലേക്ക് നമ്മൾ അതിലേത് സർവീസാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് കിട്ടി. ഇനി നമ്മൾ ആക്ടിവേറ്റർ ഡോട്ട് ക്രിയേറ്റ് ഇൻസ്റ്റൻസ് വെച്ചിട്ട് ഇതിൻ്റെ ടൈപ്പിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് റിട്ടേൺ ചെയ്യണം. ഓക്കെ, റിട്ടേൺ ടി ആൻഡ് ആക്ടിവേറ്റർ ഡോട്ട് ക്രിയേറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈപ്പ്. ഇനി നമ്മൾ ലെറ്റ്സ് യൂസ് ദിസ് റിസോൾവർ. Dependency resolver. And so we have service. നമുക്ക് ഈ ഹലോ സർവീസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് കിട്ടണം. So how to do it? Solver dot get service of hello service, and we can use the same print method. Let's try this. Yes, we got hello world. Let's try to do the same with consumer service and see if it's going to fail or not. Yes. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിൽ പോയിട്ട് ആ ഡിപ്പെൻഡൻസി എടുക്കുന്നു, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഇവിടെ ചെയ്തിരുന്ന ഈ ഹലോ സർവീസിൻ്റെ ഇൻസ്റ്റൻസ് ഈ ക്രിയേറ്റ് ഇൻസ്റ്റൻസ് എന്നുള്ള ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നില്ല. സോ വി നീഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഇത് എങ്ങനെയാണ് ഒരു സർവീസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക എന്നുള്ളത് കാണിച്ചു തരാം.
whereas equals type of maybe yes, and that's dot dot. Yep. ഇതാണ് ഒരു സർവീസിൻ്റെ ഇന്നർ മെത്തേഡ്സ്. അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കൺസ്ട്രക്ടറുടെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള മെത്തേഡ് ഉണ്ടാവും. Yeah, let's directly try get constructors. So ഇതാണ് അതിൻ്റെ get constructors. So see, yeah, ഇതാണ് കൺസ്യൂമർ അതിൻ്റെ കൺസ്ട്രക്ടർ. So if we need to get the parameters, it's like select yes, get parameters. See, ഇപ്പോൾ നമുക്ക് കൺസ്യൂമർ ഹലോ സർവീസിലുള്ള കൺസ്ട്രക്ടറിൽ വരുന്ന ടൈപ്പ് നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ where is the consumer hello service, so let's add one more and you see one type of string and this one. So we are going to use the same approach to get the list of parameters of that particular constructor. So I'm going to comment it out again. Okay. So this is the service, right? നമ്മൾ ടൈപ്പ് കിട്ടി, ഇനി അതിൻ്റെ കൺസ്ട്രക്ടർ കിട്ടണം. Let's change this to like the name suggests, dependency, and dependency dot single. നമ്മൾ assuming that we only have one constructor. നമ്മൾ dependency injection principle വെച്ചിട്ട് ഒരു constructor ആണ് ഉണ്ടാവുക. Okay, well, parameters. Okay, dot meters dot to array. നമുക്ക് ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സും കിട്ടി. Now what we want to do is like നമുക്ക് ഈ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹലോ സർവീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സർവീസസിൻ്റെ ലിസ്റ്റാണ്. അതായത് അതിൻ്റെ പാരാമീറ്റർ ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് കിട്ടും. നമുക്ക് അതിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പെർട്ടിക്കുലർ ക്രിയേറ്റ് ഇൻസ്റ്റൻസിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. Let's go through it. Parameter implementations equals new object of plan. And let's loop through it. So 5 equals I dot parameter type, and we might need to typecast it. And so നമ്മൾ
സർവീസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാരാമീറ്റേഴ്സ് ഉള്ള സർവീസിന് എന്ത് ചെയ്താൽ മതി? സർവീസസിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. നമുക്ക് ജസ്റ്റ് വി ക്യാൻ പുട്ട് എ കണ്ടീഷൻ ഹിയർ data than 0. Okay, ആൻഡ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻസ് കൊടുത്തു. ഈ ഇംപ്ലിമെൻറ്റേഷൻസ് എന്താക്കണം? റിട്ടേൺ ദ സെയിം തിങ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ് വിൽ ബി test dependency and sorry, and it will be this one also. Yep. Let's run the same thing. Yes. And okay, oh, actually we don't need this one. Yep. സർവീസ് കൺസ്യൂമർ സർവീസിനുണ്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പ്രിൻ്റ് കൊടുത്തു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഇമാജിൻ ഇഫ് വി ഹാവ്, so we can break this, right? How message service and and imagine we are injecting this one in hello sir. Message and yep, message equals message. We assign it and we're going to change this message a little bit. Going to be message dot message. So let's see it നമ്മുടെ കണ്ടെയ്നർ എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കാം. ഇതായിരിക്കും നമുക്ക് ബ്രേക്ക് ആവുന്നൊരു സ്ഥലം. യെപ്പ്. So we need to change this a little bit. How can we change it? That instead of typecasting we can get service and we pass in as a type use the same thing. So ഇവിടെ നമുക്ക് ഈ ടൈപ്പ് ടീന്ന് സ്പെസിഫൈ ചെയ്യേണ്ടി വരില്ല ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. And we can use this. And we don't need this because we already have the type. ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരൊറ്റ ലൈനാണ് ഇവിടെ നമുക്ക് ബ്രേക്ക് വരുന്നത്. ബ്രേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസ്യൂമർ ഹലോ സർവീസിൻ്റെ കൺസ്ട്രക്ടറിലുള്ള ഹലോ സർവീസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് ഈ ലൂപ്പിലുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള കൺസ്ട്രക്ടറിലൊരു സർവീസ് വരുമ്പോൾ അതിവിടെ ബ്രേക്ക് ആവും. അപ്പം വി ക്യാൻ യൂസ് കൈൻഡ് ഓഫ് ലൈക്ക് എ recursion. And I
made a spelling mistake. Yep. And let's see if it's going to break up. Sequence contains no matching element. ഇത് ബേസിക്കലി എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടെയ്നറിൽ നമ്മൾ നോർമലി ഒരു പുതിയ സർവീസ് ക്രിയേറ്റ് ചെയ്തു. സർവീസ് ക്രിയേറ്റ് ചെയ്തത് കണ്ടെയ്നറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൻ്റെ വേറൊരു തരത്തിലുള്ള മെസ്സേജാണിത്. ആൻഡ് വി നീഡ് ടു add that dependency here. So we have a message service and let's see it works. So ഒരു ബേസിക് ആയിട്ടുള്ള ഒരു IOC കണ്ടെയ്നർ ആണ്. ഇനി നമുക്ക് ഈ ഗെറ്റ് സർവീസ് റിസോൾവറിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടെയ്നറിൽ ഈ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ആഡ് സിംഗിൾട്ടൺ, ആഡ് ട്രാൻസിയൻറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ലിസ്റ്റ് ഓഫ് ടൈപ്പ് വി ക്യാൻ ഡിഫൈൻ സംതിങ് ലൈക്ക് public class dependency, and there is type and so we have dependency lifetime, and it can be singleton, and get set, and it needs to have a constructor dependency, and it so I'm not following through the naming principle anyway. And P and lifetime equals L. So in this case, what we are going to change is like I'm not going to completely make the changes, and in this add we can use something like, okay, this two method is going to change, so it's going to be like add singleton, add transient. Let's not keep two same thing. New dependency